ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു CS റാങ്ക് മാച്ചായിട്ടാണ്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് രണ്ടുപേര്. ഒരുത്തൻ്റെ ഗിൽഡിലുള്ളവനും ഒരുത്തൻ എൻ്റെ ഓൾഡ് ഗിൽഡ് മേറ്റുമായിരുന്നു. ഞാനാണെങ്കിൽ ആൽപൈൻ മാപ്പാണ് എനിക്ക് കിട്ടിയത്. ഞാനാണെങ്കിൽ GB എടുത്ത് ഞാൻ മരത്തിൻ്റെ അവിടെ നിന്ന് അടിക്കാൻ കയറി. അപ്പോഴാണെങ്കിൽ ഒരുത്തൻ അങ്ങോട്ട് ഓടുന്നത് ഞാൻ കണ്ട്. അവൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവനെ ഫിനിഷ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി. നേരെ കയറി ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ടീമായിട്ട് ചത്ത്. ഞാനാണെങ്കിൽ പൊട്ടൻ, അവൻ ആദ്യമേ കയറി ചെന്ന് ചത്ത്. നോക്കിയപ്പോൾ ഇവിടെ അങ്ങ് എനിമിയില്ല. മേളിൽ കയറിയപ്പോൾ ഇവിടെ ഫുഡ് സ്റ്റെപ്പ് ഇട്ട്. അപ്പോൾ അതൊരു താഴോട്ട് ചാടി. ഞാൻ വെടി വെച്ച് പക്ഷേ അവന് ഡാമൊന്നും കിട്ടിയില്ല. ഒരു 15 കയറി താഴോട്ടിറങ്ങി. അവന് ഫുഡിലൊരു ഹെഡ്ഷോട്ട് കൊടുത്തവരെ നോക്കിയിട്ട് അടുത്ത നമ്മുടെ ടീമേറ്റിനെ ഫിനിഷ് ചെയ്യുമായിരുന്നു. പക്ഷെ അവനെന്നെ അടിച്ച് നോക്കിയിട്ട് കില്ല് അപ്പോഴേ ഫിനിഷ് ആയിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ചത്തു. ഞാൻ ഇവനെ ഫിനിഷ് ആക്കിയപ്പോഴത്തേക്ക് അവൻ്റെ ടീമേറ്റ് കയറിയിരുന്നു. അപ്പോൾ സൈഡിൽ നിന്ന് എനിക്ക് അടി കിട്ടി. പക്ഷെ അവനെ അടിച്ച് നോക്കിയിട്ട് അവൻ്റെ അപ്പോഴേ കില്ല് ഫിനിഷാക്കി. എനിക്കറിയാമായിരുന്നു, എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അന്നേരം. എനിക്ക് കില്ല് റൗണ്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. എന്തായാലും 1v1 സിറ്റുവേഷനാണ്. ഞാനാണെങ്കിൽ അവനെ താഴൊന്ന് അടിച്ച്, പക്ഷെ അവൻ എന്നെ സിമ്പിളായിട്ട് അടിച്ചിട്ട്. എനിക്കത് അത്ഭുതമായിപ്പോയി, എങ്ങനെ ഇവ അടിച്ചിട്ടേന്ന്. എന്നെങ്കിൽ 2 അടി അടിച്ചപ്പോഴത്തേക്ക് ഞാൻ ചത്ത്. നെക്സ്റ്റ് റൗണ്ടാണെങ്കിൽ സ്റ്റേഡിയം ആണ് കിട്ടിയേക്കുന്നത്. ഞാനാണെങ്കിൽ പൊട്ടാസ് എടുത്തിട്ടുണ്ട്. പൊട്ടാസും കൊണ്ട് അങ്ങനെ കളിയെടുക്കാൻ പറ്റില്ല, അത്ര പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ വലിയ പ്രോ പ്ലെയറൊന്നും അല്ല. ഞാൻ പൊട്ടാസും കൊണ്ട് അടിക്കാമെന്ന് വിചാരിച്ച് എടുത്ത്. ഇപ്പോൾ ഇവിടെ ഒന്നും എനിമിയില്ല. അപ്പോൾ അവന്മാരാണെങ്കിൽ സൈബർ എയർ ഡ്രോപ്പിൻ്റെ ഇത് പോയി എടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഡ്രോപ്പ് വന്നപ്പോൾ അതിൽ നിന്ന് ഗ്ലൂവാളും ഗ്രനേഡും ഒക്കെ എടുത്തു. നമ്മൾ താഴെ ടീമേറ്റിൻ്റെ അവിടെ ഫൈറ്റ് കിടക്കുന്നത്. ഞാൻ അടിക്കാൻ നോക്കിക്കൊണ്ടില്ല, പിന്നെ അടിക്കാൻ നോക്കിക്കൊണ്ടില്ല. ഇവനാണെങ്കിൽ എല്ലാ കളി ആയമേ പോയി ചാവും. ഞാനാണെങ്കിൽ അവനെ അടിക്കാൻ നോക്കി, പക്ഷെ അപ്പോഴത്തേക്ക് ഓറിയോൺ ഇട്ട്. ഞാനാണെങ്കിൽ ചാടി അടിച്ച് 97 കൊടുത്ത്. പക്ഷെ നമ്മുടെ ടീമേറ്റ് അവൻ്റെ കില്ല് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാലം വീണിട്ടുണ്ട്. ഞാൻ പൊക്കാൻ അങ്ങോട്ട് പോകാൻ എനിക്ക് ലൈഫില്ല. ഞാനാണെങ്കിൽ ബാക്ക് ഇറങ്ങി മെഡിക്കറ്റ് ഇട്ടിട്ട് പോയി പൊക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മെഡിക്കറ്റ് ഇട്ടിക്കൊണ്ടിരിക്കുക. അപ്പം മറ്റേവനാണെങ്കിൽ കയറി ചെന്ന് അവന് ഗ്ലൂവാളൊക്കെ ഇട്ട് കൊടുത്തു. അവനെന്നെ തൊട്ട ഹെഡ്ഷോട്ടാണ് കയറുന്നത്. അവനാണെങ്കിൽ അവന് ഒരുമിച്ച് കൊന്നു. എനിക്ക് അന്നും ഡൗട്ട് അടിച്ച് ഇവൻ പാനൽ റൂസറും അല്ല. പാനൽ റൂസർ അല്ല, പാനൽ യൂസർ. സോറി, തെറ്റിപ്പോയി. ഈ റൗണ്ടാണെങ്കിൽ നമ്മുടെ ഈ വലിയ കമ്പിയൊക്കെ ഉള്ള ഈ മാപ്പാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് പാരഫിൽ എടുത്ത് ഞങ്ങളവിടെ പ്ലാൻ ചെയ്യും, ഇവനെ ഒരുമിച്ച് നിൽക്കണം, ആദ്യമേ പോയി ചാവല് പൊക്കി വിട്ട് കളിക്കണം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത്. പിന്നെ ആകെ ഡൗട്ടുള്ള മറ്റേ ഹിന്ദിക്കാരനെ മാത്രമേ ഉള്ളൂ. അവൻ ആദ്യമേ എല്ലാ കഴിയുമ്പോൾ ആദ്യമേ ചാവും. ഞാനാണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്ത് തലവെങ്ങനെ മുക്കുന്നെങ്കിൽ അടിക്കാമായിരുന്നു. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പം നമ്മുടെ ടീമേറ്റ് ഒരുത്തനാണെങ്കിൽ AW എടുത്തേക്കുന്നത്. ഞാനാണെങ്കിൽ ഒരുത്തൻ നല്ല ഡാമേജ് കൊടുത്തു, പക്ഷെ അവൻ ചത്തൊന്നുമില്ല. അപ്പോൾ ഒരുത്തൻ മേളിൽ കയറിയവനെ നല്ല ഡാമേജ് കൊടുത്തവനെ നോക്കിയിട്ട്. അപ്പോൾ നമ്മുടെ ടീം നോക്കാമല്ലേ, ഞാൻ അവനെ പൊക്കാനായിട്ട് പോയപ്പോൾ എനിക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ടീമേറ്റ് അവന് പോയി കവർ നിന്ന്. ഞാനാണെങ്കിൽ നോക്കിയപ്പോൾ താഴെ അവന്മാർ സ്മോക്ക് ഗ്രനേഡൊക്കെ ഇട്ടേക്കും. അപ്പോൾ ഒരു എനിമി കയറിപ്പോയി അവനെ പൊക്കാൻ പോയി. എനിക്ക് അന്നേരം അറിയാൻ കില്ല് പോകുന്നു. ഞാനാണെങ്കിൽ അടിക്കാൻ നോക്കിയപ്പോൾ പക്ഷെ എനിക്ക് ലൈഫില്ല. ഞാൻ അടിച്ചാൽ എങ്ങാനും ചത്തുപോയാൽ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അടിച്ചില്ല. മെഡിക്കറ്റ് പറ്റി. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മുടെ കില്ല് പൊക്കി വിട്ടിട്ടുണ്ട്. എനിക്ക് അവന്മാർ നല്ല ഡാമേജ് വന്നു. ഞാൻ ചത്തെന്ന് വിചാരിച്ചത്. ഷീൽഡ് പോയിൻറ്റ്സ് ഉണ്ടായിട്ട് രക്ഷപ്പെട്ടു. 2 HP ആയിരുന്നു എനിക്ക്. 2 HP, ഉള്ളി 2 HP. എന്തെങ്കിലും ഡ്രോപ്പിൻ്റെ അവിടെ സ്മോക്ക് കിടക്കുന്നുണ്ട്, അങ്ങോട്ട് വന്ന് കവർ എടുത്ത് തന്നു. അപ്പോഴും എന്നെ അവന്മാർ അടിച്ച്. പക്ഷേ ഷീൽഡ് പോയിൻറ്റ്സ് ആയതുകൊണ്ട് രക്ഷപ്പെട്ട്. ഞാനാണെങ്കിൽ ഇൻഹേലറൊക്കെ എടുത്ത് സൈഡ് കയറി. ഞാനും ഇനി നമ്മുടെ ടീമേറ്റ് ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരുത്തൻ മേളിൽ നിന്ന് അവനെ അടിച്ച് നോക്കിയിട്ട് ഫിനിഷ് ചെയ്ത്. എനിക്ക് വെയിറ്റ് ചെയ്ത് അവനങ്ങോട്ട് ഇറങ്ങിയത് തന്നെ 2 അടി അടിച്ചപ്പോഴത്തേക്ക് അവൻ ചത്ത്. അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ റൗണ്ട് എടുത്ത്. നെക്സ്റ്റ് റൗണ്ടാണെങ്കിൽ ബേസ് ക്യാമ്പാണ് കിട്ടിയേക്കുന്നത്. AW നമ്മുടെ ടീമേറ്റ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ പാരഫിൽ AW എടുത്ത് അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ ടീമേറ്റ് AW എടുത്തുണ്ട്. ഞാൻ പാരഫിൽ M80 എടുത്ത്. എനിക്കിപ്പോൾ M80 ഗ്ലോറി കയറാൻ ഇനി 100-150 പോയിൻറ്റ്സും കൂടെ മതി. അതുകൊണ്ട് നല്ല രീതിക്ക് M80 എടുത്ത് പുഷ് ചെയ്യുക. ഞാനെങ്കിൽ അവിടെ ഒരു എനിമിയെ കണ്ട് ഞാൻ 36 ഡാമേജ് കൊടുത്തെന്നാലും അവൻ ചത്തൊന്നുമില്ല. നമ്മുടെ ടീമേറ്റ്സും ഡാമേജ് കൊടുക്കുന്നുണ്ട് അവിടെ. ഞാനെങ്കിൽ കയറി ചെന്ന് അടിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് കയറി. അപ്പോൾ അവിടെ ഒന്നും എനിമീസെ ഒന്നും കാണാനില്ല. എനിക്ക് ഡ്രോപ്പിൻ്റെ വല്ലേ കയറി അങ്ങനെ ചരിഞ്ഞ് ഇപ്പോൾ ദൂരിക്കുന്ന ഒരുത്തൻ. ഞാനവനെ പാരഫിലും കൊണ്ട് സ്കോപ്പ് ചെയ്തിട്ട് അടിച്ചു. അവനെ നോക്കിയിട്ട് അവൻ്റെ കറങ്ങിപ്പോയി.
എനിക്കിവിടെ എനിമിയാണോ എന്ന് ഉറപ്പില്ലായിരുന്നു. ഞാൻ അവനെ ആദ്യമേ അങ്ങ് ഫിനിഷ് ചെയ്ത് ഞാൻ. അപ്പോൾ അതോ നിൽക്കുന്ന അവരുടെ പെട്ടിയുടെ അപ്പുറത്തൊരു എനിമി. അവനാണെങ്കിൽ എനിക്ക് ആദ്യമേ ഡാമേജ് ചെയ്തു. മറ്റേതിൽ അവനായിരുന്നു. കഴിഞ്ഞ 2 കളി എന്നെ കൊന്നവനായിരുന്നു. ഇവനാണെങ്കിൽ എന്ത് ഇതിലേക്കൂടൊക്കെ കയറി ഒന്ന് അടിക്കുന്നതെന്ന് പറഞ്ഞോളൂ. ഇവൻ തൊട്ട ഹെഡ് ഷോട്ട് അടിക്കുന്നത്. ഇവനാണെങ്കിൽ എന്നെ ഗ്ലൂ വാൾ ഇട്ടിട്ട് അതിൻ്റെ അകത്തൂടെ കയറുക എന്നൊക്കെ അടിക്കുക. ഇവെന്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ടീമേറ്റ് 2 പേരുണ്ട്. കാലനാണെങ്കിൽ ഗ്ലൂ വാളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് മറ്റേവനെ നോക്കിയിട്ട് നമ്മുടെ ടീമേറ്റ്സ് കളി എടുത്തിട്ടുണ്ട്. കളി പോയി അടിച്ച്. ഞാൻ കളി പോയെന്ന് വിചാരിച്ചാൽ നമ്മുടെ കളി പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് റൗണ്ട് ഗ്യാഷയിലാണ് കിട്ടിയിരിക്കുന്നത്. ഞാനെങ്കിൽ P90 എടുത്ത് ഞാൻ റഷ് ചെയ്ത് അടിക്കാമെന്ന് വിചാരിച്ചാൽ P90 എടുത്ത്. ഞാൻ ഡ്രോപ്പ് എടുത്ത് M80X കിട്ടുമല്ലോ. ഞാനെങ്കിൽ നേരെ റഷ് ചെയ്തപ്പോൾ അടി കിട്ടി. എനിക്ക് നല്ല ഡാമേജ് കിട്ടി. ഞാൻ ഗ്ലൂ ഇട്ട് കവർ ചെയ്തിരുന്ന് ഡ്രോപ്പ് എടുത്ത്. എനിക്ക് M80X വേണം. അതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് എടുത്ത്. ഞാൻ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിമീസും നമ്മുടെ ടീമേഴ്സും കൂടെ ഒന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാനെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഹീൽ ചെയ്തിട്ട് നമ്മുടെ ടീമേറ്റ് എടുക്കാൻ നോക്കിയിട്ട് അപ്പോൾ നേരെ അങ്ങോട്ട് റഷ് ചെയ്ത്. അപ്പോൾ അവിടെ ഒരു തല. എനിക്ക് അപ്പോൾ അവിടെ മനസ്സിലായി അവിടെ എനിമി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങോട്ട് കയറിയപ്പോൾ അവൻ എന്നെ അടിച്ച്. ഒരുത്തവളെ അനുസരണം നെറ്റ് കഴിഞ്ഞ് അവന് 2 ജയിച്ചവനെ നോക്കിയിട്ട് മറ്റേവനെ ഞാൻ അടിച്ച് നോക്കിയിട്ട് അങ്ങനെ ആദ്യമായിട്ട് അവനെ ഞാൻ അടിച്ചത് നോക്കിയിട്ട് എനിക്കതിൻ്റെ സന്തോഷം ഉണ്ടാവും. കാരണം കഴിഞ്ഞ എല്ലാ റൗണ്ടും എന്നെ അവനാണ് അടിച്ചിരുന്നത്. എനിക്ക് തൊട്ട തന്നെ ഞാനങ്ങ് ചാവുമായിരുന്നു. ഇപ്പോഴാണ് സമാധാനം. നെക്സ്റ്റ് റൗണ്ടാണെങ്കിൽ ഞാനെങ്കിൽ M80Xും ഗ്രോസാക്സും എടുത്തിട്ടുണ്ട്. എന്തായാലും കളി നമുക്കുള്ള. പിന്നെ നീ ഇവിടെ വെയിറ്റ് ചെയ്ത് താഴെക്കുടം കാണാൻ വരുന്നോ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ താഴെക്കുടമൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ടീമേറ്റ്സ് ആണെങ്കിൽ പുറത്തോട്ട് പോകും. ഞാൻ നീ ഒരു ഫ്ലാഷ് ഫ്രീസ് എടുത്തെറിഞ്ഞ് എനിമീസ് ആണെങ്കിൽ അവിടെ സ്മോക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു ഫ്ലാഷ് ഫ്രീസ് എടുത്തെറിഞ്ഞപ്പം അവനാണ് 45-35 വീഴും. എനിക്ക് കയറിച്ചെന്ന് ഒരൊറ്റ അടിച്ചപ്പോൾ അവൻ നോക്കി. ഞാൻ ഇവിടുന്ന് ഹീൽ ചെയ്യും. എനിക്ക് നല്ല ഡാമേജ് തന്നായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഒരു ഷൂട്ട് കേട്ട് അപ്പോൾ അവിടെ അടി കൊടുത്തു. നമ്മുടെ ടീമേറ്റിനെ ആണെങ്കിൽ നല്ല ഡാമ് കൊടുത്തു. ഞാനെങ്കിൽ 2 അടി അടിച്ചപ്പോൾ ചത്തില്ല. ആ ഗ്ലൂ ഇട്ട് പിന്നെ ഒരു അടി അടിച്ചപ്പോഴത്തേക്ക് അവൻ നോക്കേ. അപ്പോൾ താഴെ സൈഡിൽ നമുക്ക് അടി കിട്ടി. ഞാൻ അവനെ 2 അടി അടിച്ച് ചത്തില്ല. പിന്നെ 2 അടിച്ച് അവൻ മാറിപ്പോയി. അവൻ ചാവുന്നില്ല. എന്തോ ഇൻഫിനിറ്റ് എക്സായിട്ടാണ്. ഞാൻ പിന്നെ അടിച്ചു. പക്ഷെ നമ്മുടെ ടീമേറ്റ് താഴെ കയറി അവനെ കളയെടുത്തു. അങ്ങനെ അഗെയിൻ ഒരു താങ്ക് യു.